ഈ കഥ ആരംഭിക്കുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഇവർ രണ്ടുപേരും ആ നാട്ടിലെ ഒരു പ്രധാന കള്ളന്മാർ. ഒരു ദിവസം ആ നാട്ടിൽ വലിയൊരു ഉത്സവം നടക്കുകയായിരുന്നു. ആ അവസരം മുതലെടുത്ത് അവരൊരു അടുത്ത വീട്ടിൽ മോഷ്ടിക്കാൻ കയറുകയായിരുന്നു. ആ വീട്ടിലെ പെൺകുട്ടി അന്ന് ഉത്സവത്തിന് പോയിട്ടില്ലായിരുന്നു. അവൾ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിയുടെ മാല മോഷ്ടിച്ചായിരുന്നു അവന്മാർ. പിറ്റേ ദിവസമായപ്പോൾ അവൾ പോലീസിന് പരാതി കൊടുക്കുകയും ചെയ്തു, അവളുടെ മാല മോഷണം പോയെന്ന്. അങ്ങനെ ഇവന്മാരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നമ്മുടെ നായകന്റെ പേരാണ് മുന്ന. അങ്ങനെ ഇവന് പിന്നെ പതിയെ ആ പെണ്ണിനോട് വളരെയധികം ഒരു ഇഷ്ടം തോന്നി. അവളുടെ കോളേജിന്റെ വഴി എന്നും അവളെ കാണാൻ പോകുമായിരുന്നു. അങ്ങനെ അവൻ അവളുടെ കയ്യിൽ നിന്ന് അന്ന് മോഷ്ടിച്ച മാല അവൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അന്ന് അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയും. ഈ പെൺകുട്ടിയുടെ പേരാണ് ബാലാമണി. ഇവള് നേഴ്സിംഗ് ആയിരുന്നു പഠിച്ചത്. ഇവർക്കൊരു അനാഥാശ്രമത്തിൽ 10 ദിവസത്തെ ഒരു പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ പോസ്റ്റിംഗിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവനെ കാണുന്നത്. അവൻ അവിടെ പെയിന്റ് പണിക്ക് വന്നതായിരുന്നു ആ ആശ്രമത്തിൽ തന്നെ. അവിടെ വെച്ച് അവൾ ഒരു അനാഥനായ അപ്പൂപ്പനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ എപ്പോഴും വിഷമിച്ചിട്ടായിരുന്നു ഇരിക്കും. അവൾക്ക് എന്തോ ഒരു ആത്മബന്ധവും സ്നേഹവും ഒക്കെ ആ അപ്പൂപ്പനോട് തോന്നുന്നുണ്ടായിരുന്നു. അവൾ എപ്പോഴും പോയി അയാളെ പരിചരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ അപ്പൂപ്പനുള്ള അമിതമായ സ്നേഹമൊക്കെ അവന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൻ ആരോട് പറയാതെ തന്നെ എപ്പോഴും പുറത്തു പോകാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ സെക്യൂരിറ്റി അയാളെ തടയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ആ അപ്പൂപ്പനെ സന്തോഷിപ്പിച്ച് അവളുടെ ഹൃദയത്തെ കടക്കാൻ വേണ്ടി ആ അപ്പൂപ്പനെയും കൊണ്ട് എപ്പോഴും പുറത്തു പോകുമായിരുന്നു മുന്ന. ഇതൊക്കെ അവളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു അവൻ ചെയ്തത്. അപ്പൂപ്പനോട് വളരെയധികം സ്നേഹത്തോടെയായിരുന്നു അവനും പെരുമാറിക്കൊണ്ടിരുന്നത്. അങ്ങനെ അയാളെ ദത്തെടുക്കാൻ വേണ്ടി അവൻ തീരുമാനിക്കുകയും അപ്പൂപ്പ പൂർണ്ണ സമ്മതത്തോടു കൂടെയായിരുന്നു മുന്നയുടെ കൂടെ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ അപ്പൂപ്പനെ അവന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതൊരു കാടിനടുത്തുള്ള ഒരു അടുത്ത ഗ്രാമമായി. അപ്പൂപ്പൻ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു വാശിക്കാരനായി മാറി. ഫുഡ് കൊടുത്തപ്പോൾ വേണ്ട ബിരിയാണി തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ്. ഇവർക്കൊരു ബുദ്ധിമുട്ട് തന്നെ ആക്കുകയായിരുന്നു. അയാൾ വരട്ടെ എന്ന് കരുതി അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുകയായിരുന്നു അവനും കൂട്ടുകാരനും കൂടി. കരുതിയ പോലെ തന്നെ അവൾക്ക് അവനോടൊരു ചെറിയ ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുകയായിരുന്നു. അപ്പൂപ്പനെ കാണാൻ എന്നുള്ള പേരിൽ ആ വീട്ടിലേക്ക് വരികയായിരുന്നു അവൻ. അവൾ ആദ്യമായിട്ട് ആ വീട്ടിൽ വന്നപ്പോൾ വീടൊട്ടും വൃത്തിയില്ലാതെ കിടക്കുകയായിരുന്നു. അവളും കൂട്ടുകാരിയോട് ചേർന്ന് അതെല്ലാം വൃത്തിയാക്കുകയായിരുന്നു. അപ്പൂപ്പനോടുള്ള ഇഷ്ടം കാരണമായിരുന്നു അവൾ ഇതെല്ലാം ചെയ്യുന്നത്. അവളുടെ വീടെന്നുള്ള പോലെ തന്നെ അവളെല്ലാം വൃത്തിയാക്കിയിട്ട് പോവുകയായിരുന്നു. അങ്ങനെ അവൾ വീട്ടിൽ എത്തിയപ്പോൾ മുതലേ അവൾക്ക് നമ്മുടെ മുന്നേ പറ്റിയുള്ള ചിന്തകളും ഓർമ്മകളും ആയിരുന്നു. അവൾക്ക് ശരിക്കും അവനോടൊരു പ്രണയം തോന്നുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ അവനും അവന്റെ കൂട്ടുകാരന്റെ അടുത്ത ലക്ഷ്യം അപ്പൂപ്പനെ എങ്ങനെ ഒഴിവാക്കണം എന്നായിരുന്നു. അവനും കൂട്ടുകാരനും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുക. അപ്പൂപ്പനെ കാട്ടാനയുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ച് അപ്പൂപ്പനെ കൊലപ്പെടുത്താമെന്നായിരുന്നു അവരുടെ പ്ലാൻ. കാട്ടാന കൊന്നുകഴിഞ്ഞ ഗ്രാമത്തിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപയും കിട്ടും. അങ്ങനെ അപ്പൂപ്പനെ കാട്ടിൽ വെച്ചൊരു പൂജ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് കാട്ടിലേക്ക്. അപ്പൂപ്പൻ ഇതൊന്നും അറിയാതെ തന്നെ അവരുടെ കൂടെ പോവുകയായിരുന്നു. നടന്ന് കാട്ടിന്റെ നടുവശത്ത് എത്തിയപ്പോഴത്തേക്ക് പതിയെ അപ്പൂപ്പനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അവർ പോവുകയായിരുന്നു. അങ്ങനെ അവന്മാർ കാട്ടാന വരുന്നത് കണ്ടു. അങ്ങനെ പതിയെ ഒഴിവായി പോവുകയായിരുന്നു അപ്പൂപ്പനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട്. പക്ഷാൽ ആ സമയത്ത് തന്നെ കുറെ പോലീസുകാർ അവിടെ വരുന്നുണ്ടായിരുന്നു. പോലീസുകാർ അപ്പൂപ്പനോട് ചോദിക്കുകയാണ്, എന്തിനാണ് താൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. ഒരു പൂജയുടെ ആവശ്യത്തിനാണെന്ന് പറയുകയാണ്. മേലെ ഈ വഴിക്കൊന്ന് വന്നു പോകരുതെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. അപ്പൂപ്പൻ അവനെ ഒരു സ്വന്തം കൊച്ചുമോനെ പോലെയായിരുന്നു കരുതുന്നത്. അവന് ആ പെൺകുട്ടിയോടുള്ള സ്നേഹം മനസ്സിലാക്കി അവളുടെ വീട്ടിൽ ചെന്ന് ആലോചിക്കുകയാണ്. അവന്റെ ജോലിയുള്ള ഒരാൾക്ക് മാത്രമേ എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കത്തുള്ളൂ എന്ന് പറയുകയായിരുന്നു അയാൾ. ഒരു ദിവസം നാട്ടിൽ പുലി ഇറങ്ങുകയായിരുന്നു. എല്ലാവരും പേടിച്ചു വിറച്ചു നിൽക്കുകയായിരുന്നു. അപ്പൂപ്പൻ മാത്രം ധൈര്യത്തോടെ അതിന്റെ മുന്നിലേക്ക് ചെല്ലുകയായിരുന്നു. എല്ലാവരും പേടിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ പുലി അലറിക്കൊണ്ട് തന്നെ അപ്പൂപ്പന്റെ മുന്നിലേക്ക് വരികയാണ്. അപ്പൊ ധൈര്യസമേതം പുലിയുടെ കണ്ണിൽ തന്നെ കുറെ നേരം നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പുലി പേടിച്ച് തിരിച്ചു ഓടുകയായിരുന്നു. ഇത് കണ്ട് എല്ലാവരും അതിശയിച്ചു പോയി. പിന്നീടാണ് അറിഞ്ഞത് അപ്പൂപ്പൻ ഒരു സർക്കസിലായിരുന്നു കുറെ വർഷമായിട്ടെന്ന്. ആ വീഡിയോ വൈറലായിട്ടുമുണ്ടായിരുന്നു. എല്ലാ പോലീസ് ഓഫീസറും അയാളെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അപ്പൂപ്പനെ ആ നാട്ടിൽ എല്ലാവർക്കും വലിയ കാര്യമായി. ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് മുന്നയുടെ ഫോൺ നമ്മുടെ ബാലാമണിയുടെ കയ്യിലായിപ്പോയി. അങ്ങനെ അവൾക്കൊരു കോള് വരികയാണ്. അത് അവന്റെ കൂട്ടുകാരൻ തന്നെയായിരുന്നു. അവന്റെ കയ്യിൽ ആ ഫോണെന്ന് കരുതി പറയുക, അവനെ കൊല്ലാൻ പുതിയൊരു പ്ലാൻ ഉണ്ട്, ഇന്ന് നമുക്ക് കാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. ഇത് കേട്ടത് അവൾ അതിശയിച്ചു പോയി. പക്ഷേ മുന്നയ്ക്കിപ്പോൾ അപ്പൂപ്പനോടൊരു ദേഷ്യവുമില്ലായിരുന്നു, ഇപ്പം സ്നേഹമായിരുന്നു. ആ സമയത്ത് തന്നെ അപ്പൂപ്പന് ഒരുപാട് ആദരവും കിട്ടും. അങ്ങനെ അവൾ അപ്പൂപ്പനെ അന്വേഷിച്ച് വീട്ടിൽ ചെല്ലുകയാണ്. ആക്രമത്തിന്റെ കുറെ പേപ്പർ കട്ടിങ്സ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ചോദിക്കാനായിട്ട് മുന്നേയുടെ അടുത്ത് പോവുകയാണ്. മുന്നേ ആദ്യം സമ്മതിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. പിന്നെ അവൻ പറയുകയാണ്, ആദ്യം എനിക്ക് അപ്പൂപ്പനെ കൊല്ലാൻ താല്പര്യമുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് സ്നേഹം മാത്രമാണെന്ന് പറയുകയും അപ്പൂപ്പനോട് അവൻ മാപ്പ് ചോദിക്കുകയും ചെയ്യുകയാണ്. കൂട്ടുകാരുപേക്ഷിച്ച് എന്നെ നീ ദത്തെടുത്തതല്ലേ, ഇത്രയും നാൾ എനിക്ക് ചെയ്തത് തന്നെ വലിയ കാര്യങ്ങളാണെന്ന് പറയുകയാണ് അയാൾ. രാത്രിയായപ്പോൾ കൂട്ടുകാരൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അവൻ്റെ അടുത്ത് പറയുകയാണ്, നിന്റെ അടുത്ത് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞതെന്ന്. അപ്പം പറയാണ്, ഞാൻ ആ അപ്പൂപ്പനെ കാട്ടിക്കൊണ്ടാക്കിയല്ലോ എന്ന്. അവൻ അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ കാട്ടിലേക്ക് ഓടുകയായിരുന്നു അപ്പൂപ്പനെ അന്വേഷിച്ചിട്ട്. അങ്ങനെ അവിടെ മുഴുവൻ അവൻ അന്വേഷിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഒന്നും അപ്പൂപ്പനെ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ കാട്ടാന അവന്റെ മുന്നിലേക്ക് വരികയായിരുന്നു. അവനെ ഉപദ്രവിക്കാൻ നോക്കുകയെന്ന്. ഇതറിഞ്ഞ് നാട്ടുകാരെല്ലാവരും കൂടി കുറച്ച് പടക്കങ്ങളൊക്കെ ആയിട്ട് വരികയായിരുന്നു. അങ്ങനെ അതിനെ പേടിപ്പിച്ച് പുറകിലേക്ക് ഓടിക്കുകയായിരുന്നു. കുറെ അന്വേഷണത്തിന് ശേഷം അപ്പൂപ്പനെ കണ്ടെത്തുകയാണ്. പക്ഷെ കാട്ടാന അപ്പൂപ്പനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പന്റെ ജീവന് ഒരു ആപത്തും വന്നിട്ടുണ്ടായിരുന്നില്ല. ആരോട് ചേർന്ന് അപ്പൂപ്പനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ബാലാമണി പെട്ടെന്ന് തന്നെ ഓടി വരുന്നുണ്ടായിരുന്നു. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അപ്പൂപ്പനെ രക്ഷിക്കാൻ കാട്ടിപ്പോയത് മുന്നെയാണെന്നറിഞ്ഞപ്പോൾ എല്ലാ ദേഷ്യവും മാറുകയാണ് അവർക്ക് അവനോട്. അങ്ങനെ അവർ സന്തോഷത്തോടെ ഒരുമിക്കുകയും ചെയ്തു.